അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് 1 കിലോ തക്കാളിയാണ് വേണ്ടത്. ഞാനിപ്പോൾ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഈ തക്കാളി മുഴുവനും നല്ലവണ്ണം കഴുകിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ഒരു തട്ടും കൂടി ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇഡലി ചെമ്പിന്റെ കൂടെ തന്നെ ചെറിയ ഹോളുള്ള സ്റ്റീം ചെയ്തെടുക്കുവാനുള്ള തട്ടുണ്ടാവും. ഇതുപോലത്തെ സ്റ്റീം ചെയ്തെടുക്കുവാനുള്ള തട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡലി തട്ട് എടുത്താലും മതി. ഇനി സ്റ്റീമറിന്റെ പുറത്ത് കഴുകി വൃത്തിയാക്കിയ തക്കാളി ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് ഇതൊന്ന് ചെറുതായിട്ട് ആവേറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, തക്കാളിയുടെ തൊലിയെല്ലാം തക്കാളിയിൽ നിന്നും വിട്ടിരിക്കുന്നത്. ഇങ്ങനെ വേണം തക്കാളി ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. ഇത് ഇങ്ങനെ കുറച്ച് സമയം ചൂട് മാറാനായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. തക്കാളിയുടെ ചൂടെല്ലാം മാറുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാനിൽ 250 ml കപ്പിന് 2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര പൊടിച്ചിട്ടാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള ശർക്കരയാണ്. നിങ്ങൾക്ക് വെള്ള ശർക്കരയ്ക്ക് പകരം കറുത്ത ശർക്കരയും എടുക്കാവുന്നതാണ്. വെള്ള ശർക്കര ഉണ്ടെങ്കിൽ വെള്ള ശർക്കര തന്നെ എടുക്കുക. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കര അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര എല്ലാം ഉരുകി ഒരു നൂൽ പാകൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ ശർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ശർക്കര പാനി മാറ്റി വെക്കാം. ഇപ്പൊ തക്കാളിയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഓരോ തക്കാളിയുടെയും തൊലി തക്കാളിയിൽ നിന്നും ഇളക്കി മാറ്റാം. ഇപ്പൊ തക്കാളിയുടെ തൊലിയെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി തക്കാളിയുടെ തൊലിയെല്ലാം ഇളക്കി മാറ്റാം. ഇപ്പൊ എല്ലാ തക്കാളിയുടെയും തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഈ തക്കാളി മുഴുവനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പൊ തക്കാളി മുഴുവനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്ത തക്കാളി കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തക്കാളിയുടെ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി അടിച്ചെടുത്ത തക്കാളി മുഴുവനും ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പാച്ചില വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ തക്കാളിയുടെ ജ്യൂസ് മുഴുവനും വീണ് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, നല്ല കൊഴുത്ത ചുമന്ന കളറിലുള്ള തക്കാളി ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തക്കാളി ആവികേറ്റി വേവിച്ചെടുത്താൽ മാത്രമേ നല്ല കൊഴുത്ത കളറുള്ള തക്കാളി ജ്യൂസ് കിട്ടുകയുള്ളൂ. ഇനി ഒരു ബൗളില് 250 ml കപ്പിന് 1 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലവറിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ജ്യൂസിൽ നിന്നും 1 കപ്പ് ജ്യൂസ് ഈ കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തക്കാളി ജ്യൂസ് അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ കപ്പ് തക്കാളി ജ്യൂസായിട്ട് ഒഴിച്ചു കൊടുക്കാം. ടോട്ടല് 250 ml കപ്പിന് 3 കപ്പ് തക്കാളി ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കലക്കി യോജിപ്പിച്ചെടുത്ത തക്കാളിയുടെ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും ഉണ്ടെങ്കിൽ മാത്രം അരിച്ചൊഴിക്കുക. കല്ലും മണ്ണും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി വേണം ഫ്ലെയിം ഓണാക്കി കൊടുക്കാനായിട്ട്. കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഒരു സ്പാച്ചില വെച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. വീണ്ടും കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ തിളച്ച് കുറുകി വരുന്ന സമയം ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു പ്രയാസമില്ലാതെ ഇത് ഇളക്കി കൊടുക്കാനും പറ്റും. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇതിനായിട്ട് നെയ്യ് തന്നെ എടുക്കുക. വെളിച്ചെണ്ണയോ മറ്റെണ്ണകളോ ഒന്നും തന്നെ എടുക്കരുത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയം നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്നതിനായിട്ട് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത്. 2 നുള്ളു ഉപ്പ് മാത്രമേ ചേർക്കാവൂ. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതായത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത്
പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കുറച്ചും കൂടി ആവാനുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. നമ്മളെടുത്ത തക്കാളി നല്ല പഴുത്ത കളറുള്ള തക്കാളി ആയതുകൊണ്ടാണ് നല്ല ചുമന്ന കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കും തോറും നല്ല ചുമന്ന കളറിൽ കിട്ടും. അതുമാത്രമല്ല നമ്മളെടുത്ത ശർക്കര കറുത്ത ശർക്കരയല്ല, നല്ല വെള്ള ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. വെള്ള ശർക്കര എടുത്തത് കൊണ്ട് തക്കാളിയുടെ ചുമന്ന കളർ തന്നെ ഇതിന് കിട്ടും. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇതിന്റെ പരുവം എന്ന് പറയുന്നത് ഇളക്കി കൊടുത്ത് പാനിൽ നിന്നും ഇതുപോലെ വിട്ടു വരുന്ന സമയം ഫ്ലെയിം ഓഫ്. ഞാനിപ്പോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുക. ഞാനിപ്പോ ഇതുപോലത്തെ കേക്ക് ടിന്നിൽ നെയ്യ് ബ്രഷ് ചെയ്ത് ആദ്യമേ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമേ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം നെയ്യ് ബ്രഷ് ചെയ്ത് വെക്കുക. ഇത് കോൺഫ്ലോറും കൂടി ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നെയ്യ് ബ്രഷ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്പൂണിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി പോകും. ഇപ്പൊ എല്ലാം ഒന്ന് ആ ചൂടോട് കൂടി തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. ഇതിന്റെ ചൂട് മുഴുവനും മാറിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലവണ്ണം മാറിയിട്ടുണ്ട്. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊന്നും വിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ കൈവച്ച് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടോ സ്പാച്ചിലോ കൊണ്ടോ എല്ലാ വശവും ഒന്ന് വിടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇപ്പൊ ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്ന് ഒന്ന് മെല്ലെ തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, തക്കാളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തക്കാളി സീസണാണ്. തക്കാളിക്ക് നല്ല വില കുറവാണ്. വില കുറവുള്ള ഈ സമയം തക്കാളി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഹൽവ തയ്യാറാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഈ ഹൽവയുടെ പ്രത്യേകത തക്കാളി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എണ്ണയോ നട്ട്സോ ഒന്നും ചേർക്കുന്നില്ല. വെറും 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് വീട്ടിലുള്ള തക്കാളിയും ശർക്കരയും കോൺഫ്ലോറും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഇനി ഹൽവ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇതുപോലത്തെ സ്ക്വയർ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഹൽവ എല്ലാം സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഹൽവ ഇരിക്കുന്നത്. ഈ ഹൽവ നല്ല കട്ടിയിലല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നും. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തക്കാളി വെച്ചിട്ടുള്ള ഈ ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്